Apostle Pravarti, Book of Acts, chapter 4, word 33. And with the great power, the apostles were giving testimony to the resurrection of the Lord Jesus. And abundant grace was upon them. Mahashakti undangil, if we have a great power, there is abundant grace be upon them. Adhigam krupa. So that means ചെറിയ കൃപയുണ്ട് അല്ലേ? ചെറിയൊരു കൃപ മതി. ഉദാഹരണം അവിടെ പറഞ്ഞിട്ട് പോകാം. പോള് സിക്കായിരുന്നു. Not a bedridden or not serious sick. It was a kind of pain. He prayed a lot. ഒത്തിരി പ്രാർത്ഥിച്ചു. But the mighty God said only one word. എന്താണെന്നറിയാമോ? അപ്പോൾ അതൊരു ധാരാളം കൃപയ്ക്ക് ആവശ്യമില്ല. ജസ്റ്റ് കൃപ, എൻ്റെ കൃപ മതി. നീ അത് ഹോൾഡ് ചെയ്യാനുള്ള കൃപ മതി. പ്രൈസ് ഗാഡ്. എന്നാൽ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ആത്മശക്തി അല്ലെങ്കിൽ മഹാശക്തി, ദ ഗ്രേറ്റ് പവർ വരുമ്പോൾ ലഭിക്കേണ്ട ഒന്നാണ് എന്ത്? ധാരാളം കൃപ. അതിന് ചെറിയ കൃപ പോരാ. അപ്പോൾ ചോദിക്കും, അങ്ങനെ ഒരു കൃപയുണ്ടോ? ചെറിയ കൃപ, വലിയ കൃപ? ദൈവമക്കളെ, ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ മരിക്കുന്നത് വരെ ചോദിച്ചുകൊണ്ടിരിക്കും. ഗ്രഹിക്കേണ്ടവൻ ഒരൊറ്റ മെസ്സേജും കേൾക്കാതെ ഗ്രഹിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗാഡ്. പല ഉത്തരങ്ങളും വചനത്തിൽ നിന്ന് തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൽ ദൈവവചനം എഴുതപ്പെട്ടപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കാര്യസ്ഥൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിലും, പരിശുദ്ധാത്മാവ് നിങ്ങളെ വരുമ്പോൾ സത്യത്തിലും സകലത്തിലും. അപ്പം ഈ പരിജ്ഞാനം വേണമെങ്കിൽ എന്തോ വേണമെന്നറിയാമോ? പരിശുദ്ധാത്മാവ് വേണം. പല ചോദ്യങ്ങൾക്കും മറുപടി വേണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിലൂടെ പറ്റത്തുള്ളൂ. നമ്മൾ പോയി പലരോട് ഫോൺ ചെയ്തിട്ട് ഇങ്ങനത്തെ വിഷയമുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കേട്ടു, അതിനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡിലിരിക്കുന്നതാണ് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അവരവരുടെ എക്സ്പീരിയൻസിലിരിക്കുന്നതാണ് പറഞ്ഞു തരുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവിനോട് ചോദ്യര്, റൂമിൽ കതവടച്ചിരുന്ന് കയറി ഇരുന്ന് പ്രാർത്ഥിര്, ഒന്നും വേണ്ട, അതിന് സമയമില്ലയോ, വണ്ടി ഓടിക്കുമ്പോൾ ചോദ്യര്, ചുമ്മാതിരിക്കുമ്പം ചോദ്യര്, ജോലി ചെയ്യുമ്പം ചോദ്യര്, കർത്താവേ ഇതെനിക്കൊന്ന് പൊരുൾ തിരിച്ച് തരണം. ജീവിതത്തിൽ അനുഭവമുള്ളവർക്കറിയാം, ആരോടും ഫോൺ ചെയ്ത് ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമില്ല, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കും. എൻ്റെ ജീവിതത്തിൽ ധാരാളം 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 എനിക്ക് പരിശുദ്ധാത്മാവ് അങ്ങനെ, ഞാനല്ലാതെ പലരോടും ചോദിച്ചറിഞ്ഞ് അല്ല, ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ധാരാളം വിഷയങ്ങളുണ്ട്. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ശുശ്രൂഷയിൽ തുടരാൻ കാരണം. അതുകൊണ്ടാണ് ഇന്നും ഞാൻ ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്നത്. ഞാൻ പലരോട് ചോദിച്ചിരുന്നെങ്കിൽ ഈ പണി വിട്ട് ഞാൻ പലപ്പോഴേ പോയേനുമായിരുന്നു. പക്ഷേ ഞാൻ പരിശുദ്ധാത്മാവിനോട് ചോദിക്കും. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ, എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ജ്ഞാനത്തിനനുസരിച്ച് എൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കും. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഇവിടെ നാം കണ്ടു മഹാശക്തി അവരുടെ മേൽ വരുവാൻ തക്കവണ്ണം ഗ്രേറ്റ് പവർ. ഈ ഗ്രേറ്റ് പവർ വരണമെങ്കിൽ വേർഡ് 31 അവിടെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെ മേൽ വരുന്ന ഒന്നാണ് ഈ ഗ്രേറ്റ് പവർ, മഹാശക്തി. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുടെ മേൽ വരും. അവിടെ വായിക്കുന്നത് ഇങ്ങനെ, അവർ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥലം കുലുങ്ങി.
എല്ലാവരും പരിശുദ്ധാത്മാവ്. ഈ കുലുങ്ങാതെ പരിശുദ്ധാത്മാവില്ലേ? അപ്പം കുലുങ്ങിയാലേ ഉള്ളോ? അല്ല ഇരിക്കുന്ന സ്ഥലം കുലുങ്ങണോ? മര്യാദയ്ക്കിരുന്ന് ആരാധിച്ചിട്ട് പോയാൽ പോരെ? ദൈവമക്കളെ, മഹാശക്തി എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടുന്നതല്ല. വേദപുസ്തകം പറയുന്നതും പഠിപ്പിക്കുന്നതും നീ ആ മഹാശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ശക്തി നിന്റെ മേൽ വരുമ്പോൾ പിന്നെ ചുമ്മാതിരിക്കുന്നു കൊടുക്കാൻ പറ്റില്ല. അറിയാതെ തന്നെ നമുക്കൊരു ഒരു പവർ വ്യാപരിക്കുക. പ്രൈസ് ഗാഡ്. ചില ശക്തികളെക്കുറിച്ച്, ദൈവിക ശക്തികളെക്കുറിച്ച് സ്തോത്രം നമുക്ക് അല്പസമയം ഒന്ന് ചിന്തിപ്പാൻ തക്കവണ്ണിടയാകട്ടെ. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് നാം പറയുന്നത്. ഉയരത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി പലതുണ്ട് കേട്ടോ. അന്യായ ശക്തികളുണ്ട്, ദുഷ്ടൻ്റെ ഉണ്ട്, ഭൂതത്തിൻ്റെ ശക്തിയുണ്ട്, മന്ത്രവാദത്തിന് ശക്തിയുണ്ട്, പലതിനും ശക്തിയുണ്ട്. പക്ഷെ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ പവർ ഫ്രം ഹെബവ്, സ്വർഗത്തിൽ നിന്ന് ലഭിക്കുന്ന ശക്തി. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. അതിന് ലഭിച്ചു കഴിയുമ്പോഴാണ് മഹാകൃപ, അധികം കൃപ, ധാരാളം കൃപ അതിനാവശ്യമായിരിക്കുന്നു. 32-ാം വാക്യത്തിൽ പറയുന്നു, ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ, ഈ മഹാശക്തി വ്യാപരിക്കണമെങ്കിൽ അവർക്ക് ഒറ്റ ഹൃദയം, ഒറ്റ മനസ്സ്. അതാ പ്രത്യേകത അതിൻ്റെ അകത്തെ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മഹാശക്തി വ്യാപരിക്കും. ഈ മഹാശക്തി വ്യാപരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അതേ സ്ഥാനത്ത് ഇപ്പോൾ മഹാശക്തിക്ക് പകരം ഡ്യൂപ്ലിക്കേറ്റ് ശക്തികൾ ഒത്തിരി ഉണ്ട്. നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്നിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണ്. ഇത്ര ചിന്തിച്ചാൽ മതി. അപ്പുറത്തെ അച്ചായൻ്റെ ശക്തി നോക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ എനിക്ക് എത്രമാത്രം ദൈവസന്നിധിയിൽ ശക്തി പ്രാപിക്കുന്നു, പരിശുദ്ധാത്മാവ് അതിൻ്റെ അളവ് എത്രത്തോളം എൻ്റെ മേൽ ഉണ്ട്. ഞാൻ പല പ്രാവശ്യവും ഓർപ്പിച്ചെന്ന് തോന്നുന്നു. ഈ ശക്തി പോരെ, അതിൻ്റെ അകത്തിന് ഈ മഹാശക്തി, അളവറ്റ ശക്തി, അത്യന്ത ശക്തി, നിത്യശക്തി, ദിവ്യശക്തി, പൂർണ്ണശക്തി, അതൊക്കെ എന്തോ ഒരു ശക്തിയാണ്. വൈ വി നീഡ് ദിസ് ഓൾ കൈൻഡ് ഓഫ് ശക്തീസ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. Greatness of the power, incomparable power. Hallelujah. Eternal power, nitya shakti. Divine power, divya shakti. Strengthening power, purna shakti. ഇത്രയൊക്കെ ശക്തി വേണോ? വേണം. ശക്തിയില്ലേ? പറ്റത്തില്ലേ? പറ്റും. പിന്നെ എന്തിനാ ഇത്രത്തോളം ശക്തി? വളരെ നിസ്സാരമായൊരു ഉദാഹരണം, അതാ ഞാൻ പറഞ്ഞ, പലപ്പോഴും ഓർപ്പിച്ചിട്ടുണ്ടാവും, ഉണ്ട്, എനിക്കറിയാം. ഇലക്ട്രിസിറ്റി, കറണ്ട്. ജനറലി പേര് പറയുന്നു, അതിൻ്റെ അകത്ത് കറണ്ടില്ല. എല്ലാ സാധനവും പ്രവർത്തിക്കാൻ ഒരേ പവർ പോരാ. പവറിന് വ്യത്യാസം വരണം. ഷേവിങ് സെറ്റ്, അതിന് ഇതിൻ്റെ വയറെടുത്ത് കുത്തിക്കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. 220 അല്ലെങ്കിൽ ഒരു 500 വാട്ട്സ് ലൈറ്റ് കത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ 2 HP അല്ലെങ്കിൽ 5 HP ഒരു വലിയ മോട്ടർ പ്രവർത്തിപ്പിക്കണമെങ്കിൽ 2 ബാറ്ററി ഇട്ട് കൊടുത്താൽ പറ്റില്ല. പക്ഷേ ഇതിനെല്ലാം പറയുന്നത് കറണ്ട്. നമ്മളതിനെ വിളിക്കും ബാറ്ററി.
AC/DC എന്നൊക്കെ പറയും, ഡയറക്റ്റ് കറണ്ട്, ആൾട്ടർനേറ്റീവ് കറണ്ട് എന്നൊക്കെ പറയും. പക്ഷെ സംഭവം അതൊരു പവറാണ്. അത് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ അതിനെ റീചാർജ് ചെയ്യുന്നതുണ്ട്. റീചാർജബിൾ ബാറ്ററി. എന്തിനാ റീചാർജബിൾ ചെയ്യുന്നേ? നീ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് ചുമ്മാതിരുന്ന് അത് ഇരിക്കുന്നതിനൊരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലൂസ് ഓട്ടോമാറ്റിക്കലി. അതിനാണ് നമ്മളതിനെ റീചാർജ് ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി റീചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശക്തിയാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം. ഒരുപക്ഷെ ഇതിനെയും ചോദ്യം ചെയ്യുന്നവരെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ മരണപര്യന്തം വരെ അവർ ചോദ്യം ചൂണ്ടിക്കത്തേ ഉള്ളൂ. അവർ ശരിയാകാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ദൈവത്തോട് ചോദിക്കാമെങ്കിൽ വ്യത്യാസം വരും. നമ്മൾ ലഭിച്ചിരിക്കുന്ന ശക്തി അത് ചോർന്നു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് റീചാർജ് ചെയ്യണം. പ്രൈസ് ഗാഡ്. അത് റീചാർജ് ചെയ്യണമെങ്കിൽ പ്രാർത്ഥനയും കൂട്ടായ്മയും ദൈവസാന്നിധ്യവും ആവശ്യമാണ്. ഇല്ലെങ്കിൽ ബാറ്ററി കയ്യിലുണ്ട്, പക്ഷെ ചാർജ് കാണില്ല. നമ്മൾ പലരും പറയും, അവനെ ഇതിനകത്ത് ബാറ്ററി ഇല്ലടാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്തോ? അങ്ങനെ ഒരു സാധനമായിട്ടുണ്ടോ? അത് ഇലക്ട്രിസിറ്റി, അത് ക്യാരി ചെയ്യുന്ന ഇലക്ട്രിസിറ്റി, അതിനാ ബാറ്ററി എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. അത് ക്യാരി ചെയ്യുന്ന ഒരു കറണ്ടാണ്. എന്താണ് നമ്മുടെ കയ്യിൽ ലഗേജിൽ കൊണ്ടുപോകാൻ ബാറ്ററി സമ്മതിക്കാത്ത? ഞാൻ കറണ്ട് കൊണ്ടുപോകുന്നില്ലോ സാറേ. അവനെ ഇത് കൈ കൊണ്ടുപോയാൽ അതിനകത്ത് പ്രശ്നം ഉണ്ടാകും, നീ മര്യാദയ്ക്ക് ഇത് മാറ്റി വെക്കാൻ. നമ്മൾ വിടത്തില്ല. അപ്പോൾ ഇത് കൈ കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമല്ല നമ്മൾ ബാറ്ററിയാന്ന് പറഞ്ഞാൽ. പക്ഷേ ഇതിനകത്ത് കറണ്ടുണ്ട്. അത് ചെറിയ പ്രയോജനമാണെങ്കിലും വലിയ പ്രയോജനമാണെങ്കിലും വലുതിന് വലിയ പവർ വേണം, ചെറുത് വേണമെങ്കിൽ ചെറിയ വേണം. വലുത് പവർ വേണ്ടെന്ന് കഴിഞ്ഞാൽ ഷേവിങ് സെറ്റോ ഈ മൈക്കോ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. മൈക്കിന് അതിൻ്റേതായ ഇട്ടെങ്കിലേ മൈക്ക് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ പവർ ആവശ്യമാണ് ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ. പ്രൈസ് ഗാഡ്. അല്ലാതെ എനിക്ക് പവറൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പവറോട് പല കാര്യവും നടക്കില്ല. അത് പറയാനായി ദൈവവചനം ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നത്. പ്രൈസ് ഗാഡ്. നമുക്ക് ശ്രദ്ധിക്കാം. ഈ ശക്തി തുടങ്ങുന്നത് നാം വായിച്ചു. 1:8 അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് നോക്കാമോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, അപ്പോൾ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് നാം പറയാൻ പോകുന്നത്. അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഏതോ ശക്തിയല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു ശക്തിയുണ്ട്. എന്നാൽ ഇവർക്ക് ഈ കഴിഞ്ഞ 3.5 വർഷം കൊണ്ട് കിട്ടിയ പരിജ്ഞാനം മതിയായിരുന്നു, എക്സ്പീരിയൻസ് മതിയായിരുന്നു പ്രീച്ച് ചെയ്യാൻ. പക്ഷേ കർത്താവ് പറഞ്ഞു, ദൈവവചനം പറയുന്നു, പോരാ, നിന്റെ അറിവ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലേ? കാരണം വഴിയിൽ പതിയിരിക്കുന്നവൻ നിനക്കെതിരെ വരുമ്പോൾ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നീ ആഗ്രഹിക്കുന്ന കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. നീ ഇറങ്ങി തിരിച്ചത് അത് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ യു നീഡ് എ ഗ്രേറ്റ് പവർ. പ്രൈസ് ഗാഡ്. അതിന് പറയുന്നത് അളവറ്റ ശക്തി. ഒരു ശക്തിയാ, അളവറ്റ ശക്തി. സ്തോത്രം. ഹല്ലേലൂയ. ഇൻകംപാരിറ്റബിൾ പവർ. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം. അപ്പൊ ഇവിടെ പറയുന്നത് വ്യാപരിക്കുന്ന അളവില്ലാത്ത ശക്തി. അങ്ങനല്ലേ? അപ്പൊ വിശ്വസിക്കുന്നവർക്ക് അളവറ്റ, അത് അളക്കാൻ പറ്റില്ലേ? അത് തമ്പാറിന്റെ അടി നിൽക്കുമ്പോൾ നിൽക്കുന്നതല്ല, കറണ്ട് പോയി ലൈറ്റും പോകുമ്പോൾ നിൽക്കുന്നതല്ല.
അപ്പുറത്തെ കൊച്ചൻ കരയുന്ന കേൾക്കുമ്പോൾ നിൽക്കുന്ന ശക്തിയല്ല. പ്രൈസ് ഗാഡ്. അളവറ്റ ശക്തി, അളക്കാൻ പറ്റില്ല. അൺമെഷറബിൾ, അൺകമ്പാരറ്റബിൾ. പ്രൈസ് ഗാഡ്. ഇനി വായിക്കാം അതിൻ്റെ 17 മുതൽ 17, 18, 19 വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്റെ പ്രാർത്ഥനയിൽ. അപ്പൊ ഈ ശക്തി വേണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാ. അപ്പൊ എന്തൊക്കെ വേണം? ഈ അളവറ്റ ശക്തി പ്രാപിക്കണമെങ്കിൽ പരിജ്ഞാനം വേണം, ജ്ഞാനം വേണം, വെളിപ്പാട് വേണം. ഇതിലുപരി പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ഇത് ലഭിക്കൂ. പ്രൈസ് ഗാഡ്. ചോദ്യം, പ്രാർത്ഥിക്കാതെ ആർക്കൊന്നും കിട്ടിയിട്ടില്ലേ? കിട്ടിക്കാണാം. അത് ദൈവത്തിൻ്റെ പ്രത്യേകം സന്ദർഭങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്തതാണ്. അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ്. കഴുത ചരിത്രത്തിൽ എൻ്റെ സ്റ്റോറി ഇന്നുവരെ കഴുത സംസാരിച്ചതായിട്ടറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ ആ കഴുത സംസാരിച്ചത് അവന് മനസ്സിലാക്കുന്ന ഭാഷയിലാണ്. എബ്രായ ഭാഷയല്ല അവനന്ന് സംസാരിച്ചതെന്നാണ് പറയുന്നത്. ഞാൻ കഴുതയോടില്ലായിരുന്നു, തർക്കിക്കാൻ ഞാനില്ല. അറിഞ്ഞ ഒരു കാര്യമാണ്. നിങ്ങൾ പറയുക തമിഴിലാന്ന് പറഞ്ഞാൽ അതിന് ഞാൻ എഗ്രി ചെയ്യും, കാരണം എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നതാണ് എൻ്റെ കാര്യം. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നു അദ്ദേഹം എബ്രായയിലായിരുന്നു ആ കഴുത സംസാരിച്ചത്. അതിനുശേഷം ഒരു കഴുതയും സംസാരിച്ചിട്ടില്ല. അപ്പം പ്രത്യേക സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടുന്നത് നോർമലായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചു വാങ്ങിക്കേണ്ട ഒന്നാണ് ഈ അളവറ്റ ദൈവശക്തി. പ്രൈസ് ഗാഡ്. ഇത് എന്തിനുപയോഗിക്കണം? 17-ാം വാക്യം ഇവിടെ പറയുന്നുണ്ട്. എന്തിനാണ് ഇത് ഉപയോഗിക്കേണ്ടത്? പരിജ്ഞാനത്തിന് ഉപയോഗിക്കണം. അവന് മഹത്വം കൊടുക്കുവാൻ ഉപയോഗിക്കണം. ജ്ഞാനത്തിന് ഉപയോഗിക്കണം. വെളിപ്പാടിന് വേണ്ടി ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഹൃദയത്തിന്റെ ദൃഷ്ടി ഒന്ന് പ്രകാശിക്കാൻ ഉപയോഗിക്കണം. അതാണ് ഈ ടോർച്ച് കൊണ്ട്, ഈ ബൾബിന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ ബാറ്ററിയുടെ ആവശ്യം. നമുക്കതിനെ അങ്ങനെ ഒന്ന് ചിന്തിക്കാം. ബാറ്ററി തന്നെയുണ്ട് ഒത്തിരി. 1.5, പിന്നെ 3, 6, 9 ഇങ്ങനെ കിടക്കുക. 12. ഇതിലിടേണ്ടിയ സാധനത്തിൽ അത് ഇടാൻ പറ്റുള്ളൂ. ആർക്കും മോനെ എൻ്റെ ഒരെണ്ണം ഉണ്ടടാ, നീ ഇതിട്ട് നോക്കാൻ പറയാൻ പറ്റത്തില്ല, കാരണം എൻ്റെ വോൾട്ട് നോക്കണം അത്ര എന്നുള്ള കാര്യം. അതിൻ്റെ പവർ നോക്കിയിട്ട് ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലേ ഒന്നിയല്ലേ ഇത് കത്തും, ഇല്ലേ വർക്ക് ചെയ്തില്ല. രണ്ടിലേക്കും സംഭവിക്കും. പലരും ഇന്ന് ഒരു ബാറ്ററി കൊണ്ട് നടക്കുക. വോൾട്ടേജ് അറിയത്തില്ല എത്രയാണ്, ഒരു പിടിയില്ല. എടുത്ത് പൊക്കി കാണിക്കും, എനിക്ക് കൊണ്ട് ബാറ്ററി കേട്ടോ, എന്തോന് കൊള്ളാം, ഇതിനകത്ത് ചാർജ് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല, ഇതേത് മെഷീൻ പ്രവർത്തിക്കാനാണെന്നറിയത്തില്ല, കാലിലെ പരു ശാസിക്കാനാണോ ക്യാൻസർ ശാസിക്കാനാണോ ഒന്നും അറിയില്ല. എടുത്തു കാണിക്കുമ്പോൾ പറയും ഞാനും ദൈവം ഇതില്ല, എനിക്കും കൊണ്ട് ശക്തി, ഞാനും ഇതാന്ന് പറഞ്ഞ് ഭയങ്കര ലിസ്റ്റ്. പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ നിൻ്റെ ആത്മീയ വോൾട്ടേജ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. You understand what I'm saying? ആത്മീയ വോൾട്ടേജ് പവർ അത് മനസ്സിലാക്കിയാൽ നല്ലതാണ്. ഇല്ലെങ്കിൽ സിംഗിൾ ബാറ്ററി കൊണ്ട് എല്ലാം പ്രവർത്തിപ്പിക്കാമെന്ന് വിചാരിക്കരുത്. ഗേറ്റ് അടയ്ക്കാനും തുടയ്ക്കാനും സിംഗിൾ ബാറ്ററി പോരാ. യു നീഡ് മോർ പവർ.
വെള്ളം അടിച്ച് മേളിൽ കയറ്റാൻ യു നീഡ് മോർ പവർ. കറണ്ട് വീട്ടിലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പ്രൈസ് ഗാഡ്. അടുത്തത് സ്പിരിറ്റ് ഓഫ് ദ വിസ്ഡം ആൻഡ് ഓഫ് റെവലേഷൻ. ക്രിസ്തുവിനെ കുറിച്ചുള്ള നല്ല ജ്ഞാനം ലഭിക്കണമെങ്കിൽ, വചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കണമെങ്കിൽ അളവറ്റ ശക്തി ആവശ്യമാണ്. പ്രൈസ് ഗാഡ്. 2, അത്യന്ത ശക്തി, greatness of the power. 2 Corinthians chapter 4 words 7 to 9. അപ്പൊ ഈ അത്യന്ത ശക്തി ഇത് സഭയെ പാസ് കൊടുക്കുന്നതല്ല, ഇത് അപ്പച്ചൻ തന്നതല്ല, ഇത് കാത്തിരിപ്പിന് പ്രത്യേകിച്ച് കിട്ടുന്നൊന്നുമല്ല, ഇത് ദൈവത്തിന്റെ ദാനമാ. അപ്പോൾ ഈ അത്യന്ത ശക്തി ആവശ്യമാണോ? ആവശ്യമാ. പ്രൈസ് ഗാഡ്. കർത്താവായ യേശുവിനെ അറിയാൻ പറ്റിയ ഒരു ശക്തി, ആ ശക്തി കൊണ്ട് ഇന്ന് പറ്റില്ല, കാരണം അത് കഴിഞ്ഞു. പ്രൈസ് ഗാഡ്. ഇനിയും മുന്നോട്ട് നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങുമ്പോൾ അടുത്ത ശക്തി വേണം. എൻ്റെ അറിവില്ല, എനിക്കറിയില്ല, പക്ഷേ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നാൽ നല്ലതാണ്. ഏതെങ്കിലും ഒരു സിംഗിൾ ഗിയറിലോടുന്ന സ്പീഡിൽ കയറ്റവും ഇറക്കവും സ്ലോപ്പും സ്ലിപ്പറിയും എല്ലാം ഓടാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ എന്നോടൊന്ന് പറയണം. ഒറ്റ ഗിയറേ ഉള്ളൂ എന്ന് പറയണം. എൻ്റെ അറിവിൽ സ്കൂട്ടറിനായാലും ബൈക്കിനായാലും കാറിനായാലും ലോറിക്കായാലും ബസ്സിനായാലും ട്രെയിനായാലും എല്ലാം ഗിയറുണ്ട്, ഡിഫറെൻറ്റ് ഗിയറുണ്ട്. കാരണം ആ ഓരോ ഗിയറിനും ഓരോ ഫങ്ഷനാണ്. അതെന്താ ഓടിപ്പോയാൽ പോരായോ? പോരാ. നിങ്ങളെന്താ ഈ പറയുന്നേ? ഇരിക്കുന്നവനറിയത്തില്ല, ഓടിക്കുന്നവനറിയാം. കാഴ്ചക്കാർക്ക് ഇത് മനസ്സിലാവില്ലെന്ന്. നീ ഈ ആത്മീയ ജീവിതത്തിൽ ഇറങ്ങിയാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. നീ 1ാം ഗിയർ ഇട്ടുകൊണ്ട് 4ാം ഗിയറിൻ്റെ സ്പീഡിൽ പാനൊക്കത്തില്ലെന്ന്. You cannot drive the car, the speed, the first gear and the 4th gear, no. ഫസ്റ്റ് ഗിയർ വണ്ടി മിക്കവാറുമൊക്കെ നിൽക്കുമ്പോൾ എടുക്കുന്നതാ. 4th ഗിയർ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് പറ്റിയതാ. വണ്ടി സ്ലോ ആകുമ്പോൾ ഇട്ട് കൊടുക്കുന്നതാ 3rd ഗിയർ. അതെങ്ങനെ നമുക്കാർക്ക് വരത്തില്ല, കാരണം നമ്മൾ വർഷങ്ങളായി ഈ സാധനം വിട്ടിട്ട് ഇപ്പോൾ ഓട്ടോമാറ്റിക്കാണ്, നമ്മളറിയതില്ലാത്ത എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പണ്ട് ഇത് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, അത് ഇട്ടാൽ അറിയാം. വണ്ടി സ്ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗിയർ തള്ളി മേപ്പോട്ട് വിടണം 3rd, വീണ്ടും സ്ലോ ആയാൽ 2, പിന്നെ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കുന്നത് 1. ഞാൻ ഇത്രയൊക്കെ ഓടി മോനെ, ഇനി 4 എടുക്കാമെന്ന് വിചാരിച്ച് നേരെ 4 വണ്ടി നിർത്തിയ വണ്ടി നിർത്തി നോക്കി, ഏതെങ്കിലും വണ്ടി എടുക്കൂ? അതെന്താ ഗിയർ അല്ലയോ? ആന്നു. എൻ്റെ പ്രിയ ദൈവമക്കളെ, ആത്മീയ അർത്ഥത്തിലേക്ക് മടങ്ങി വരട്ടെ. ആത്മീയ അർത്ഥത്തിൽ മടങ്ങി വരണം കേട്ടോ. സഹോദര സഹോദരി, ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് ഇത് ഈ 12 ഗിയറുള്ള വണ്ടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണെന്ന് എനിക്കും അറിയില്ല കേട്ടോ. കാണും, അതിനെല്ലാം ഓരോ ഫങ്ഷനാണ്. മറ്റു വണ്ടിക്ക് കയറാനൊക്കാത്ത സ്ഥലത്ത് ഇത്രയും ലോഡുമായിട്ട് കയറണമെങ്കിൽ അതിന് സ്പെഷ്യൽ ഗിയർ വേണം. സ്ലിപ്പറി ആയിട്ടുള്ള സ്ഥലത്ത് സ്പെഷ്യൽ ഗിയർ വേണം. അങ്ങനെയെങ്കിൽ ഒരു വിശ്വാസിയായ നീ ഈ ലോക ജീവിതത്തിൽ നിൽക്കണമെങ്കിൽ നിനക്ക് ഒരു ശക്തി പോരാ, നിനക്ക് പല ദൈവശക്തി ദാനമായി തന്നിരിക്കുന്നത് നിനക്ക് ആവശ്യമാണ്. ദൈവത്തെ അറിയാൻ പറ്റിയ ഒരു ശക്തിയുണ്ട്. ആ ശക്തി പോരാ ഭൂതത്തിന് നോക്കി ശാസിക്കുവാൻ. മനസ്സിലായോ? ഞാൻ കർത്താവിനെ അറിഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഐ ബിലീവ്. യെസ്, യു ബിലീവ്. അതൊരു പവറായിരുന്നു. അത് നിൻ്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവശക്തി വ്യാപരിച്ചത് കൊണ്ടാണ്
അത് സംഭവിച്ചത്. പക്ഷേ പ്രതികൂലങ്ങൾ നിൻ്റെ ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ശക്തി കൊണ്ട് പറ്റില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അടുത്തത് നമ്മൾ പറഞ്ഞത് അത്യന്ത ശക്തി. എന്തിനാ ഈ അത്യന്ത ശക്തിയുടെ ആവശ്യം? കൊരിന്ത്യലേഖനല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 4:7 വായിച്ചു, 8 വായിച്ചേ. അപ്പൊ ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ നിന്നെ മുഖം കണ്ടു കഴിഞ്ഞാൽ ചിരി വരത്തുള്ളൂ. ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിലേ നിനക്ക് ദുഃഖമുണ്ടെങ്കിലും നിന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പ്രത്യാശ ഉണ്ടാകുള്ളൂ. അപ്പൊ ഈ ശക്തി വേണോ? വേണം. നീ ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ പദം പറഞ്ഞു നടക്കാത്തതിന്റെ കാരണം നീ ഈ ശക്തി പ്രാപിച്ചു എപ്പോഴോ എങ്ങനെയോ. അതുകൊണ്ടാണ് നിന്റെ മുഖം ഇന്നും വാടാതിരിക്കുന്നത്. മുഖം വാടുന്നവരോട് ഞാൻ പറയട്ടെ, പ്രിയ സഹോദര സഹോദരി പൈതലേ, ഈ ശക്തി ഡിസ്ചാർജ് ആയിപ്പോയി. നിസ്സാര കാര്യത്തിൽ പോലും നിന്റെ മുഖം വാടുന്നതിന്റെ കാരണം ഈ ശക്തി ചോർന്നുപോയി. നീ അതിനെ റീചാർജ് ചെയ്തില്ല. പ്രൈസ് ഗോഡ്. ഇന്നലെ രാത്രിയിലാണോ ഇന്ന് രാവിലെയാണോ നേരം വെളുത്തപ്പോഴും എന്നെ ആരോ വിളിച്ചു. 1-2 ഫോൺ എനിക്ക് വന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ സംസാരിക്കാനുള്ള സമയമല്ല. കാരണം എന്തറിയാമോ? ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വേറെ കാര്യം വന്നു കഴിഞ്ഞാൽ ആ ദൈവാത്മാവ് സംസാരിക്കുന്നത് നിന്നുപോകും. ഞാൻ പറഞ്ഞതിൻ്റെ സാരം ബുദ്ധിമുട്ടുണ്ടായി ഇല്ലാഞ്ഞിട്ടല്ല, ഉപദ്രവം അനുഭവിക്കാഞ്ഞിട്ടല്ല, കഷ്ടം വരാഞ്ഞിട്ടല്ല, വീണ് പോകാഞ്ഞിട്ടല്ലേ. നീതിമാന്മാരുടെ വി ആർ നോട്ട് എ ഗ്രൂപ്പ് ഓഫ് സെയിന്റ്, വിശുദ്ധന്മാരുടെ കൂട്ടമല്ലേ. നാം വീണുപോകും, കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്, പ്രയാസമുണ്ട്. പക്ഷേ നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ഈ ശക്തി ഉള്ളത് കൊണ്ടാണ്. പിന്മാറ്റത്തിൽ പോകാത്തത് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ്. ദൈവസാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകാത്തത് ഈ ശക്തി ഉള്ളത് കൊണ്ടാണ്. ഈ ശക്തി നിന്റെ മേലില്ല എങ്കിൽ യൂദാ ചെയ്തതുപോലെ നീയും ചെയ്യും. നിന്റെ സ്വയം ജീവിതത്തെ നാം പ്രാപിക്കൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. പ്രൈസ് യു ജീസസ്. അടുത്തത് 9-ാം വാക്യം. ഉപദ്രവം അനുഭവിക്കുന്നെങ്കിലും ഞങ്ങൾ നശിച്ചു പോകുന്നില്ല. 16-ാം വാക്യം കൂടെ വായിക്കാമോ? ഈ ശക്തി പ്രകടമാക്കുന്നത് കാണാത്തതിനെ കാണുവാനൊരു ശക്തിയായത്. പുറമേയുള്ള, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ എന്താ ഈ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നതെന്നറിയാമോ? ഈ അത്യന്ത ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നവരില്ല. ആരിൽ വ്യാപരിക്കുന്നോ അവർക്ക് മേൽക്കുമേൽ പുതുക്കം പ്രാപിക്കത്തേ ഉള്ളൂ. They will not become backsliders. പിന്മാറ്റക്കാർ ആയി പോകുന്നതിൻ്റെ കാരണം ഇതങ്ങ് ഡിസ്ചാർജ് ആയിപ്പോയി, നാം പോലും അറിഞ്ഞില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അടുത്ത വാക്യം 17 പറയുന്നു, ഞങ്ങൾക്കൊരു ധൈര്യമുണ്ട്. ഈ ശക്തി ഉണ്ടെങ്കിൽ ഞൊടി നേരത്തേക്ക് ഇറ്റ്സ് എ ഷോർട്ട് ടൈം ആണ്, നോട്ട് എ ലോങ് ടൈം പ്രശ്നം. ഇറ്റ്സ് എ ഷോർട്ട് ടൈം പ്രശ്നം. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ചെറിയ കഷ്ടമുണ്ടല്ലോ, ഞങ്ങൾക്കത് വലുതാണെങ്കിലും വേദപുസ്തകം പറയുന്നത് അതൊക്കെ ചെറുതാ മോനെ എന്നാ പറയുന്നത്.
പ്രൈസ് ഗാഡ്. അടുത്ത വാക്യം കൂടെ. കാണുന്നതിനെയല്ല, we believe which is unseen. കാണാത്തതിനെ വിശ്വസിക്കണമെങ്കിൽ ഏത് ശക്തി വേണമെന്നറിയാമോ? ഡിവൈൻ പവർ പോരാ, അത് സിസ്റ്റം വേറെ. എറ്റേണൽ പവർ പോരാ, അത് വേറെ യൂസിനാ. ഞാൻ പറയുമ്പോഴൊക്കെ ചിന്തിക്കണം, ഈ മൈക്രോഫോണിലിടുന്ന ബാറ്ററി പോരാ വേറൊരു സാധനത്തിലിടാൻ. പ്രൈസ് ഗാഡ്. ഇത്രയും പവർ വേണോ? യെസ്, പല പവർ വേണം കേട്ടോ, എങ്കിലേ നിൽക്കാനൊക്കത്തുള്ളൂ. കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിക്കണമെങ്കിൽ, അസാധ്യതയെ സാധ്യമാക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ, തുറക്കാത്ത വഴി തുറക്കുമെന്ന് വിശ്വസിക്കണമെങ്കിൽ, സൗഖ്യമാക്കാത്തത് സൗഖ്യമാകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ, വിട്ടുപോകാത്തത് വിട്ടുപോകുമെന്ന് വിശ്വസിക്കണമെങ്കിൽ ഈ ശക്തി ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ ദൈവമക്കൾ കേൾക്കണേ, ശ്രദ്ധിക്കണേ. ലോർഡ്, എനിക്കിതുണ്ടോ ഈ ശക്തി? എൻ്റെ ശക്തി കുറഞ്ഞു പോയോ, ചോർന്നു പോയോ, അതോ എനിക്ക് ലഭിച്ചില്ലയോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുവാനുള്ള സമയമാണ്. പ്രസംഗത്തെ മാറിടാൻ ഇരിക്കരുതേ. പ്രസംഗത്തെ മാറിടാൻ എനിക്ക് മേളൊരാളുണ്ട്, ആ മേളിലിരിക്കുന്ന ആളിട്ടോളും. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കാണുന്നതിനെയല്ല, കാണാത്തതിനെ വിശ്വസിപ്പാൻ ഈ അത്യന്ത ശക്തി, ഗ്രേറ്റ്നെസ് ഓഫ് ദ പവർ, ഗാഡ് allow me to receive. പ്രാർത്ഥിച്ചു വാങ്ങിക്കണമെന്ന് ആരംഭത്തിൽ തന്നെ. ഈ ശക്തി ഒന്നും ചുമ്മാ വരുന്നതല്ല കേട്ടോ, പ്രാർത്ഥിച്ചു വാങ്ങിക്കണം. ചിലരോട് ചിലർ പറയാറില്ലേ, ആവശ്യമില്ലാത്തടത്ത് പോയി കൂട്ട് കിട്ടല്ലേ, അവസാനം അതും കൂടെ നിൻ്റെ ദേഹത്തോട്ട് വന്ന് കയറുമെന്ന് കേട്ടില്ലേ? നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ആവശ്യമില്ലാത്തതൊന്നും പോവല്ലേ, ആവശ്യമില്ലാത്ത സംസാരത്തിൽ നിൽക്കല്ലേ, നീ അവരുമായിട്ട് കൂട്ടുകൂടല്ലേ. കാരണം അവരിലുള്ള ശക്തി നിന്നിലേക്ക് വ്യാപരിക്കും. അതൊരു വ്യാപാര ശക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വ്യാപരിക്കുമെന്ന്. പ്രാർത്ഥിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാണ് ഈ ശക്തികൾ, ദൈവിക ശക്തി. അത് പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവരുമായിട്ട് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കുന്നവരുടെ ഗ്രൂപ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കണം, ഈ ശക്തി ഉള്ളവൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മുടെ പിള്ളേരോടോ നമുക്കറിയാവുന്നതുകൊണ്ട്, കുഞ്ഞേ ആ ചെറുക്കൻ്റെ കൂടെ പോയിരിക്കരുതേ, ആ കൊച്ചിൻ്റെ കൂടെ പോയിരിക്കരുതേ, നീ മാറി ഇപ്പുറത്ത് പോയിരി. എന്താ കാര്യം എന്നറിയാമോ? ആ കൊച്ചോ ചെറുക്കനോ ആ സഹോദരനോ വരുമ്പോൾ മുതൽ ഫോണിൽ കളിയാ, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാ. നീയും അത് തന്നെ പഠിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ഇനി അവിടെ ഇരിക്കരുത്, മാറിയിരിക്കണം. അല്ലേ? അതോ നമ്മൾ ആ വ്യക്തിയെ എതിർക്കുന്നുകൊണ്ടാണോ? അല്ല, ആ വ്യക്തിയിലുള്ള ഒരു പ്രത്യേക സ്വഭാവവും ശക്തിയും എൻ്റെ കുഞ്ഞിലാവരുത്. ചിലർ ഭാര്യമാരോട് പറയും, ചിലർ ഭർത്താക്കന്മാരോട് പറയും, നീ അവളുമായിട്ട് കൂടുതൽ ഇനി സംസാരിക്കാൻ പോകണ്ട കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നോടും എൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് റിവീൽ ചെയ്യുന്നതാണ്, കാണിച്ചു കൊടുക്കുന്നതാണ്. നീ അവരുമായിട്ട് കൂടുതൽ ഇടപെടണ്ട. മറ്റൊന്നുമല്ല, നീ അവരുമായിട്ട് കൂടുതൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവരിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആ എനർജി, നെഗറ്റീവ് എനർജി നിൻ്റെ മേൽ വരും. നിന്നിലുള്ള എനർജി ഡിസ്ചാർജ് ആയിപ്പോവും. അപ്പം നിന്നിൽ ഡിസ്ചാർജ് ആയിരിക്കുമ്പോൾ വന്നു കയറുന്ന എനർജിയാണ് നിന്നിലെ എനർജി. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? നാം ഡിസ്ചാർജ് ആയിരിക്കുമ്പോൾ ഏത് എനർജിയാണോ വന്നു കയറുന്നത് അതാണ് റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
പ്രൈസ് ഗാഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ, ആത്മശക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ കൂടെ ശക്തി വ്യാപരിക്കുന്നെങ്കിൽ ദുഷ്ടനിലും വ്യാപരിക്കുന്ന ശക്തിയാവുള്ളേ. ദുഷ്ടാത്മാവ് വ്യാപരിക്കുന്ന ശക്തിയാ, ദൈവാത്മാവും വ്യാപരിക്കുന്ന ശക്തിയാ. ദൈവാത്മാവ് വ്യാപരിക്കണമെങ്കിൽ നീ പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും ഇരുന്നാൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയാത്. ദുഷ്ടാത്മാവ് വ്യാപരിക്കണമെങ്കിൽ അങ്ങനെയുള്ളവരുമായിട്ട് കൂട്ടുകൂടിയാൽ മതി. അങ്ങനെയുള്ളവരോട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നാം പോലും അറിയാതെ അങ്ങനത്തെ ശക്തി തന്നെ വന്ന് കയറിക്കോളും. ചില കുഞ്ഞുങ്ങളെന്താ പിഴച്ചു പോകാൻ കാരണം? അവരെ നമ്മൾ ജനിപ്പിച്ചത് അങ്ങനെ പിഴയ്ക്കാൻ വേണ്ടി ചില പിള്ളേരുണ്ടായിട്ടുണ്ടോ? ഇല്ല. അവൻ്റെ കൂട്ടുകാരനെ നോക്കിയാൽ മതി ഇവൻ്റെ സ്വഭാവം അറിയാൻ. നമ്മൾ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ എന്താ പറയും? മക്കളെ, ഡോണ്ട് ട്രൈ ടു ഫ്രണ്ട്ഷിപ്പ് വിത്ത് അൺനോൺ പീപ്പിൾ ഓർ അൺക്ലീൻ പീപ്പിൾ ഓർ അൺസ്പിരിറ്റ് പീപ്പിൾ. സ്പിരിറ്റില്ല മോനെ ആവശ്യമില്ലാത്തവരൊന്നും കൂട്ടുകൂടരുത്. അല്ലേ? നല്ല അപ്പനും അമ്മയും പറഞ്ഞു കൊടുക്കും. ഇല്ലാത്ത അപ്പനും അമ്മ പറയും, ഓ ദൈവം നോക്കിക്കോളൂ എന്നേ, നമ്മുടെ കുഞ്ഞല്ലേ, ദൈവം നോക്കിക്കോളും. അത് അങ്ങനത്തെ അപ്പന്മാരുണ്ട്, എനിക്കറിയാം. എല്ലാം ദൈവത്തിന് രാവിലെ തൊട്ടങ്ങ് കാശ് കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുക, ദൈവം നോക്കിക്കോളും, എല്ലാം ദൈവം നോക്കിക്കോളും. പ്രിയ പിതാവേ, നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കിയില്ലേ, പിന്നെ ആര് നോക്കാൻ? നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമെങ്കിൽ എന്താ നിങ്ങൾ ഇത്ര പേടി? പേടി മറ്റൊന്നുമല്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ ഭവനത്തിൽ എൻ്റെ കൾച്ചറിന് പറ്റാത്തത് അഡോപ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നീ പോയിട്ട് ആവശ്യമില്ലാത്ത കൂട്ടിന് നിൽക്കരുത്. നല്ല പേരൻ്റാണെങ്കിൽ ആ കുഞ്ഞുങ്ങൾ ആരുമായിട്ടൊക്കെ കൂട്ടുകൂടും, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ അന്വേഷിക്കും. എന്നിട്ട് പറയും, സ്റ്റോപ്പ് ഇറ്റ്, നോ മോന് വേണ്ട, അത് മോക്ക് വേണ്ട. എന്താ കാര്യം എന്നറിയാമോ? ഒരു നെഗറ്റീവ് എനർജി നിന്നിൽ വരും. പ്രിയ ദൈവമക്കളെ, ആത്മീയ ജീവിതത്തിൽ ഇതുണ്ട് കേട്ടോ, ആത്മീയ ജീവിതത്തിലുമുണ്ട്. അതുകൊണ്ട് നിനക്ക് ലഭിച്ച വെളിച്ചം, നമുക്ക് ലഭിച്ച വെളിച്ചം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നെഗറ്റീവ് കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ദൈവസന്നിധിയിൽ വന്ന് ആത്മാവിൽ ആരാധിക്കാൻ, ദിവ്യശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ഗാഡ്. ഇല്ല എങ്കിൽ നാം അകപ്പെട്ടു പോകും. എപ്പോഴും ഓർത്തോണേ, ജോലി നഷ്ടപ്പെടത്തില്ല, സൗന്ദര്യം നഷ്ടപ്പെടണമെന്നില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, വണ്ടി കയ്യിൽ നിന്ന് തെന്നിപ്പോത്തൊന്നുമില്ല, ഒന്നും പറ്റത്തില്ല. വി ക്യാൻ ലീവ് ആസ് ഈസ്. നമുക്ക് ജീവിക്കാം, സമാധാനമായിട്ട് ജീവിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അകത്തെ കണ്ണിൻ്റെ കാഴ്ച പോയി, ഹൃദയദൃഷ്ടി പ്രകാശം നിർത്തിപ്പോയി. ഇല്ലെങ്കിൽ നമുക്ക് പോകാം. ഞാൻ പറഞ്ഞ പോലെ ഈ ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ ജീവിക്കുന്നവരുണ്ടല്ലേ, ഇല്ലേ? നമ്മുടെ ചുറ്റുപാട് നോക്കി നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട് ദൈവമില്ലാത്തവർ, ഏത്തിയസ്റ്റ്, സൈത്താനിക് വർഷിപ്പേഴ്സ്. ദേ ആർ ലിവിങ് വണ്ടർഫുൾ ലൈഫ്. പക്ഷേ ഇത് നമ്മുടെ പ്രശ്നം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുക. പ്രൈസ് ഗാഡ്. തന്നെയുമല്ല, ഇത് എഴുതുന്ന മുഴുവനും വിശ്വാസികൾക്കുള്ളതാ. ഇത് അവിശ്വാസികൾക്കുള്ള ലേഖനത്തിലോ അല്ലോ എന്ന് പറഞ്ഞേക്കുന്നേ, ലെറ്ററൊന്നും അല്ലത്, വിശ്വാസികൾക്കുള്ളതാ. പ്രൈസ് ഗാഡ്. അപ്പോൾ കാണാത്തതിനെ ഉള്ളതുപോലെ ആത്മാവിൽ കാണുവാനുള്ള കഴിവാണ് അത്യന്ത ശക്തി, ഗ്രേറ്റ്നസ് ഓഫ് ദ പവർ. അടുത്തത് നിത്യശക്തി, എറ്റേണൽ പവർ. റോമൻ 1:20. ആൻഡ് ഡിവൈൻ നേച്ചർ. അപ്പം എറ്റേണൽ പവർ ആൻഡ് ഡിവൈൻ നേച്ചർ. വായിച്ചോട്ടെ. എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ദൈവപ്രവൃത്തി തന്നെയാണെന്ന് തെളിയിക്കുവാൻ ധാരാളം കാര്യങ്ങൾ സംശയം കൂടാതെ ഈ നാളുകളും വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. വെരി സിമ്പിൾ. നമുക്കങ്ങനെ സിമ്പിളായിട്ട് അതിനെ കൊണ്ടുപോകാം. പ്രൈസ് ഗാഡ്. അതിനകത്തൊരു തർക്കമില്ല.
അത് ദൈവപ്രവൃത്തി ആയിരുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം ധാരാളം വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അടുത്തത് അവിടെ ഇംഗ്ലീഷ് ഒന്ന് വായിക്കാമോ? അപ്പൊ ഡിവൈൻ ഇന്റേണൽ പവർ, നിത്യശക്തി, ഇന്റേണൽ പവർ വന്നതുകൊണ്ട് നാം രക്ഷിക്കപ്പെട്ടത്. നമുക്ക് മനസ്സിലായോ? ഇറ്റേണൽ പവർ we received. That is why we receive and believe our Christ Lord and we baptized. നാം അതുകൊണ്ടാ രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും യേശുവിനെ അറിയാൻ സഹായിക്കും. എന്താ അറിയാമോ? ഈ എറ്റേണൽ പവർ. ഈ എറ്റേണൽ പവർ ഉണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ഡിവൈൻ നേച്ചർ, not a divine power. Remember, divine power. അതിലേക്ക് വരാം. ഡിവൈൻ നേച്ചർ. ഈ ഡിവൈൻ നേച്ചർ ഇല്ലാത്ത എത്ര പേരുണ്ട് ദൈവസഭയിൽ? ധാരാളമുണ്ട്. പല ദൈവിക ആരാധനകളിൽ ഡിവൈൻ പവറാണെന്നും പറഞ്ഞ് ഇറക്കി വിടുന്നതല്ലാതെ ഡിവൈൻ നേച്ചർ കുറവാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരു എറ്റേണൽ പവർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഡിവൈൻ നേച്ചർ ഉണ്ടാവും. അവിടെ നെഗറ്റീവ് വാക്കുകളില്ല, പോസിറ്റീവ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിക്കട്ടെ. പ്രൈസ് ഗാഡ്. അടുത്തത്, എന്നാൽ അത് നഷ്ടമായാൽ സംഭവിക്കുന്നത്. വേർഡ്സ് 21 and 22. If that power, that eternal power and divine nature is lost, what happened? Our Devat, if we lost, listen, very carefully listen. If you lost the divine nature and eternal power, lost ആകണം. സോ നമുക്ക് ആദ്യം ഇതെന്തോ കിട്ടി? റിസീവായി. നമുക്കിത് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ യേശുവിനെ അറിഞ്ഞത്. സോ വി റിസീവ്ഡ്. അങ്ങനെയല്ലേ? അതിൻ്റെ മുകളിലിങ്ങോട്ട് വാക്യമുണ്ടല്ലോ അതിൻ്റെ അകത്ത്. കർത്താവിനെ അറിഞ്ഞിട്ട് വായിച്ചോ. അപ്പം മൂന്നാമത്തെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണം ഈ വാക്ക്. റോമയിൽ ദൈവത്തിൻ്റെ പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവരോടും ഞാനിത് എഴുതി അറിയിക്കുന്നെന്നാണ് പറഞ്ഞേക്കുന്നേ. അപ്പൊ ഇത് ആർക്കുള്ളതാ ഈ ലെറ്റർ? കർത്താവിനാൽ വിളിക്കപ്പെട്ട, പ്രൈസ് ഗാഡ്, ഈ എറ്റേണൽ പവർ ലഭിച്ചവർക്ക് വേണ്ടിയുള്ളത്. ഈ ഡിവൈൻ നേച്ചർ അത് ഉള്ളവർക്ക് വേണ്ടി എഴുതുമ്പോൾ പറയുക, ദൈവത്തെ കാണാൻ പറ്റിയത് ഈ കൃപയാ, ഈ പവർ ആകട്ടോ. പക്ഷേ ദിസ് ക്യാൻ ബി ലോസ്റ്റ്. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് നഷ്ടപ്പെട്ടവരുടെ സ്വഭാവങ്ങളാ ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത്. വായിച്ച 21-22. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവം ഓർക്കാതെ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടി പോലെ മഹത്വം കൊടുക്കാതെ. ഈ വാക്കും ആ 3-ാം വാക്യം കൊണ്ട് ശ്രദ്ധിച്ചറിയാം. ദൈവമക്കളായിരുന്നു, ദൈവമക്കളോടായി പറഞ്ഞേക്കുന്നേ, ദൈവസഭയോടായി പറയുന്നേ. മഹത്വം കൊടുക്കേണ്ടതുപോലെ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, നന്ദി കാണിക്കേണ്ടതുപോലെ നന്ദി കാണിക്കാതെ, തങ്ങളുടെ whatever we or whatever they decide, whatever they think, praise God, സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം ഇൻ്റർപ്രറ്റലും ആറ്റിക്കളയുക. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥമായിത്തീരുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. When they lost eternal power,
They received the eternal power. That is why they accept Lord Jesus Christ. But moving on, they lost. Then they changed their mind. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അവരുടെ ജ്ഞാനമില്ലാത്ത ഹൃദയം അവരിൽ വന്നു കയറി. പക്ഷേ പ്രീവിയസ്ലി അതില്ലായിരുന്നു. Praise you, Jesus. Hallelujah. Hallelujah. ദൈവത്തിന് മഹത്വം, കർത്താവിന് മഹത്വം. പിന്നെ അതിന് ശേഷമാണ് ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങി. ദൈവത്തെ മറന്നു. പിന്നെ കാണുന്നതൊക്കെ ദൈവമായി. ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉണ്ടാക്കി. അതിലൊക്കെ ദൈവം ഉണ്ടെന്ന് വിചാരിച്ചു. തുമ്പിലും തുരുമ്പിലും വസിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. പാട്ട് പാടുന്നവൻ പാടട്ടെ. പക്ഷേ നമ്മുടെ ദൈവം വസിക്കുന്നത് ഈ ആലയത്തിലാണ്. ദൈവമക്കൾ കൂടെ നടത്താം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഡിവൈൻ നേച്ചർ 21-ാം അധ്യായം 21-ാം വാക്യം നമ്മൾ വായിച്ചു. ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുന്ന സ്വഭാവമാണ് ഡിവൈൻ നേച്ചർ. മനസ്സിലായോ? ദൈവത്തിന് വേണ്ട മഹത്വം കൊടുക്കുന്ന സ്വഭാവമാണ്, പവറാണ്, അല്ലെങ്കിൽ ആ ഒരു അതിൻ്റെ റിസൾട്ടാണ് ഡിവൈൻ നേച്ചർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനി റോമാലേഖനം 2-ാം അധ്യായം 4-6 ഒന്ന് വായിച്ചാട്ടെ. 4 മുതൽ 6 വരെ. അല്ല 4 മുതൽ. അല്ല ദൈവത്തിൻ്റെ ദയ, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നുവെന്നറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യത്വം നിരസിക്കുന്നുവോ? അപ്പോൾ ഇതെല്ലാം നിരസിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം they lost eternal power and they don't have a hallelujah divine nature in them. Praise God. അടുത്തത് എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപം. ഇത് ആരോടാന്ന് മനസ്സിലാക്കിക്കണം. 3-ാം വാക്യം മറന്നു പോകരുത്. ഇത് വിശ്വാസികളോട് പറയുന്നതാ. അല്ലാതെ കുറെ പാപികൾക്കുള്ളതല്ല. ഇത് വിശ്വാസികളോട് പറയുന്നതാ. നിന്റെ കഠിനമുള്ള ഹൃദയം, നിന്റെ ദൈവസന്നിധിയിൽ നീ വന്ന് അനുഭവിക്കാത്ത ഹൃദയം, നീ ദൈവത്തിന്റെ നീതിയുള്ള വെളിപ്പെടുത്തുന്ന കോപ ദിവസത്തിലേക്ക് നീ തന്നെ താനെ എല്ലാം കൂടെ സ്റ്റോർ ചെയ്യാമെന്ന്. എത്ര ഭയാനകമല്ലേ? അടുത്ത വാക്യം. അവൻ ഓരോരുത്തരും അവനവൻ്റെ തക്കവണ്ണം പ്രതിഫലം ചെയ്യും. ചിലർ പറയാറുണ്ട്, വേദോസ്തം പറയുന്നുണ്ട് അവരോട് പ്രവർത്തിക്കും. ഞാൻ ഏതായാലും നല്ല കാര്യമാണ്. അപ്പോൾ ഈ ദൈവം എനിക്ക് സഹോദര ആ പറയുന്നതല്ല ഈ പറയുന്നത്. മേപ്പോട്ടുള്ള വാക്യം വായിച്ചു നോക്കണം. ദൈവത്തിന് കൊടുക്കാണ്ട് മഹത്വം കൊടുക്കാതെ വായിച്ചു നോക്കണം. പോയി 10 പ്രാവശ്യം വായിച്ചു നോക്കണം. എന്നിട്ട് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കിത് റിവീൽ ചെയ്തു തരണം. ഇതിനെക്കുറിച്ച് ആരെങ്കിലും തർജ്ജിമ ചെയ്തേക്കുന്നത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഗൂഗിൾ അടിച്ച് നോക്കുകയല്ല ചെയ്യേണ്ടേ? 10 പേരുടെ മെസ്സേജ് മാറ്റി നോക്കുകയല്ല ചെയ്യേണ്ടേ? ഇങ്ങനെയൊക്കെയുള്ള വചനങ്ങൾ എടുത്തിട്ട് ദൈവസനിൽ പോയിരുന്നു പ്രാർത്ഥിക്കണം. ആ ഒരു ഡിവൈൻ നേച്ചറിന് വേണ്ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ ഡിവൈൻ നേച്ചർ വരണം. ആ ഡിവൈൻ നേച്ചർ ഇല്ലെങ്കിൽ നമ്മൾ ഈ കൂടുതൽ മാന്താൻ നടക്കത്തുള്ളൂ. പിന്നെ നമ്മൾ എന്നെക്കാട്ടിലും പവറായ ആരെങ്കിലും ഉണ്ടോ നോക്കി നടക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരുടെ നമ്മൾ അഭിപ്രായം ചോദിക്കത്തുള്ളൂ. അച്ഛാ ഇങ്ങനൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനൊന്ന് കേട്ടു, ഇതിനെക്കുറിച്ച് അച്ഛൻ്റെ അഭിപ്രായം. ഈ അച്ഛൻ പഠിച്ചതാണോ ഞാൻ പഠിച്ചത്? അച്ഛനാണ് നമ്മൾ എഴുതുന്നതാണോ? അച്ഛൻ്റെ എക്സ്പീരിയൻസിൽ പറയുന്നു, അല്ലെ അമ്മാമ്മയുടെ എക്സ്പീരിയൻസിൽ പറയുന്നു. പക്ഷേ ഈ എക്സ്പീരിയൻസ് ശരിക്കുള്ള ഒരുത്തിന് ഉയരത്തിലുണ്ട്. കാര്യസ്ഥൻ, നീ അവനോട് ചോദിക്കുക, അവൻ നമുക്കതിന് ഉത്തരം തരും. പ്രൈസ് ഗാഡ്. അടുത്ത വാക്യം പറയുന്നത് അറിയാമോ? നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരതമുണ്ട്, തേജസ്സും മാനവും ക്ഷയിച്ചു പോകാത്തത് അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. അതല്ല നമ്മൾ ശരിയാകും നിങ്ങൾ വിചാരിക്കണം, നമ്മളെ നിങ്ങളോട് ശരിയാക്കാൻ വിചാരിക്കുകയും വേണ്ട, നമ്മളിത് കുറേ കണ്ടതാ എന്ന് പറയുന്നവരോട്
ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തമായി പറയുന്നു. 3-ാം വാക്യം മറക്കരുത്. വിശ്വാസികളുള്ളതായത്. ഇത് വിശ്വാസികളുള്ളതാണ്. വിശുദ്ധനെന്ന് നടിച്ചു നടക്കുന്നവരുള്ളതാ. ഡിവൈൻ പവർ വന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചവരുള്ളതാ. അവരോട് പറയുക, നിനക്ക് മാനസാന്തരപ്പെടാൻ തയ്യാറില്ലാതെ ഷാഢ്യം പൂണ്ട് സത്യമനുസരിക്കാതെ അനീതി മറ്റൊരാൾ പറഞ്ഞാൽ അതാ വേദവാക്യം. ചിലർ പറയാറുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, സഭയിലൊക്കെ വന്നപ്പം ഭയങ്കരമാണ്, എന്തോ അവിടെ തീ ഇറങ്ങുമായിരുന്നു. ഒത്തിരി പേരിൽ നിന്ന് ഞാൻ പൊതുവിൽ കേൾക്കാറുണ്ട്. പൊതുവിൽ എല്ലാ സഭകളിലും ഉള്ളതാകട്ടോ, ഒരു സഭയുടെ കാര്യമല്ല. എന്നാ ആരാധനയാ, എന്നോ സ്നേഹമാ. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഒന്നുമില്ല, ഇപ്പോഴെല്ലാം പോയി. എന്താ കാര്യം? ഞാൻ ഈ വിഷയം ദൈവാത്മാവിൽ ചോദിച്ചു കേട്ടോ. ഞാൻ ഒരച്ഛനെ വിളിച്ചാൽ ഫോൺ ചെയ്തു ചോദിച്ചതല്ല, നാട്ടിലെ ഒരു പാസ്റ്ററെ വിളിച്ച് ആലോചന ചോദിച്ചിട്ടല്ല കേട്ടോ, ഒരു എഴുത്തുകാരനെ വിളിച്ച് ഞാൻ ചോദിച്ചിട്ടല്ല, ഒരു ഡോറും പുറകിൽ തുറന്നിട്ടൊന്നുമല്ല ഈ ആത്മാവ് ഇറങ്ങി പോയത്. ഒരു സഭകളുടെയും ബാക്കിലോ തുറന്നിട്ടിക്കല്ല. വന്ന ആത്മാവ് 2 വർഷം നിൽക്കും, പിന്നെ അതിന് ശേഷം 3-ാം വർഷം അത് ഇറങ്ങിപ്പോകുന്നൊരു ആത്മാവില്ല. നാം അതിനെ റീചാർജ് ചെയ്യാതെ തന്നെ പോയതാ. പ്രൈസ് ഗാഡ്. എന്താ കാര്യമെന്നറിയാമോ? ദൈവസഭകളിൽ നടക്കുന്ന ഒരു കാര്യം ദൈവാത്മാവ് എന്നോട് പറഞ്ഞതാണ്. ഉദാഹരണം പറയാം, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഉദാഹരണം. സ്റ്റീവ് ഈ ദൈവസഭയിൽ ആദ്യമായിട്ട് വന്നൊരു പൈതലാണ് എന്നിരിക്കട്ടെ. അവനും ഇവിടുത്തെ എല്ലാം കണ്ടു, ഇവിടുത്തെ ആൾക്കാരെയും പിള്ളേരെയും കണ്ടു. ഹി ലവ് ദം ലോട്ട്. അന്ന് ഇവൻ ഒത്തിരി പേരോട് മിങ്കിൾ ചെയ്യില്ല, ഇവനോട് ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കും. അപ്പോൾ ഇവൻ വരുന്നു, ഇവൻ ദൈവസന്നിധിയിൽ മാക്സിമം അറിയാവുന്നത് അനുഭവിച്ചിട്ട് പോകുന്നു. നാളുകൾ 1, 2, 3, 4, 5 വർഷം അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞു. അപ്പോൾ ഇവന് കുറച്ചുകൂടെ റൂട്ടായി കഴിയുമ്പോൾ ഇവൻ ഷോണിനോട് ചോദിക്കുന്നു, എന്തുകൊണ്ട്, എവിടെയാണ്? പിന്നെ പരിചയപ്പെടുന്നു, സ്ഥലം, കാര്യങ്ങൾ, ജോലി, വയസ്സ് എല്ലാം ഏതാണ്ടൊരു ബയോ ശേഖരിക്കും. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? അതെല്ലാം സകല ജ്യൂസും ഊറ്റി കഴിഞ്ഞിട്ട് പുതിയ ജ്യൂസ് അങ്ങോട്ട് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇയാൾ പറയും, ഈ സ്റ്റീവ് പറയും, എനിക്ക് ഭയങ്കര, എനിക്ക് ഇതുപോലെ അനുഭവം ഇന്ന് വരെ നമ്മുടെ സഭയിൽ നിന്ന് അല്ലാതെ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പം ഈ ഷോൺ പറയും, ഇച്ചിരൂടെ ഒന്ന് കഴിഞ്ഞോട്ടാ, മനസ്സിലായിക്കോളൂ എന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട് ആ ജ്യൂസ് കയറ്റിയത്? ഇച്ചിരൂടെ ഒന്നേ, നിങ്ങൾ വന്നതല്ലേ ഉള്ളൂ സ്റ്റീവേ, ഇച്ചിരൂടെ കഴിഞ്ഞിട്ട് സ്റ്റീവ് മനസ്സിലായിക്കോളും. അവൻ്റെ തലയ്ക്ക് ആണി അടിച്ചു കൊടുത്തോ ഞാൻ? ഈ ആണിങ്ങനെ ആരാ ഊരുന്നേ? ദൈവമക്കളെ, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞതാ. ഇവിടെയുള്ള ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നീ വന്ന നാളിലെ പോലെ ഒരു ആത്മാവ് തോന്നുന്നില്ലെങ്കിൽ നിൻ്റെ തലയിലാരോ ആണി അടിച്ചു. ആദ്യം ആണി അടിച്ചവനെ കൊണ്ട് ഊരിക്കുക, അല്ലെ നീ കുത്തിയിരുന്നു കൂടെ. ശിവൻ്റെ രക്തം ചെയ്യാം. പ്രൈസ് ഗാഡ്. നിൻ്റെ തലയിൽ ആരാ ആണി അടിച്ചതെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കണം, പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണം. വന്ന ദിവസം മുതൽ, വെള്ളിയെങ്കിൽ വെള്ളി, ഞായറെങ്കിൽ ഞായർ, ആ ദിവസം മുതൽ ഇന്ന് വരെ നീ 10 വർഷമായാലും 1 ദിവസമായാലും നീ കുത്തിയിരുന്ന് കണ്ടുപിടിക്കണം നിൻ്റെ തലയിൽ ആരാ ആണി അടിച്ച് കയറ്റിയെന്ന്. എന്നിട്ട് അവനെ വിളിച്ചിട്ട് ശാസിക്കണം, മേലാൽ എൻ്റെ അടുത്ത് വർത്താനം പറഞ്ഞു പോയേക്കരുത്, നീയാ എന്നെ നശിപ്പിച്ചത്. വന്ന 6 മാസം ഞാൻ തീയിലായിരുന്നു ഇവിടെ, ഇപ്പോൾ തീ പോയിട്ട് പുകയായി. ബിക്കോസ് ഓഫ് യു. നീ എനിക്ക് 2 ആണി അടിച്ച് തലേ തന്നിട്ടുണ്ട്. ആ അച്ഛനെക്കുറിച്ചും ഈ അമ്മാമ്മയെക്കുറിച്ചും ഈ ചെറുക്കനെക്കുറിച്ചും കുറേ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതൊക്കെ, എനിക്ക് വന്നതൊക്കെ ഇപ്പോൾ പുകയായി പോയി. ഇപ്പോൾ തീ എല്ലാം പുകയായിട്ടാണ് മാറുന്നേ. ഹൗ മെനി ഓഫ് യു വിത്ത് മീ? നിങ്ങളിത് വിഷമിക്കുന്ന ഒരാളുണ്ടെങ്കിൽ കൈ ഇപ്പോൾ പൊക്കിക്കൂ, പിന്നെ എന്നോട് സംസാരിച്ചാൽ മതി.
സഭയിൽ നിന്ന് ദൈവം പോയിട്ടില്ല കേട്ടോ. സഭയിൽ നിന്ന് ദൈവസാന്നിധ്യം പോകില്ല. കാരണം വാക്തത്വം 2 3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ അത് ഇവിടോ അവിടോ ഇവിടോ അവിടോ എൻ്റെ സാന്നിധ്യം ഇറങ്ങുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഇവിടെ ഉണ്ടെന്നേ. അത് നീ അനുഭവിക്കാൻ പറ്റാത്തത് നിന്റെ തലയിലാരോ യക്ഷിയുടെ തല അടിച്ചു വെച്ചിരിക്കുക. നീ വന്ന് 6 മാസം കഴിഞ്ഞപ്പം, ഇല്ലേ 1 വർഷം കഴിഞ്ഞപ്പം, ഇല്ലേ ഏതോ കൂട്ടുകെട്ട്, ഇല്ലേ ആരോ വറുത്തു പോക്ക് നിന്റെ വീട്ടിലുണ്ടായി. എന്തോ സംതിങ് ഹാപ്പൻ. പിന്നെ എന്ത് ചെയ്യാന്നറിയാമോ? കത്തിക്കൊണ്ടത് ചൂട്ടിന് മണി വെള്ളം വീണമല്ല. പിന്നെ ഒരു സൈഡ് പോയി പിന്നെ ആളിനെ കാണുന്നത് 31 കത്തി വന്ന ആളാ. നിസ്സാര ഒരു കൂട്ടുകെട്ട്, നിസ്സാര ഒരു ഫോൺ കോൾ, നിസ്സാര ഒരു വിസിറ്റ്. സ്റ്റീവ് പോയില്ലേ? ഈ സ്റ്റീവ് പിന്നെ പറയുന്നത് അറിയാമോ? ഇപ്പോൾ ഒരു സ്നേഹമൊന്നുമില്ല. സഹോദര, നീ ആദ്യം സ്നേഹിക്ക്. നിൻ്റെ ആദ്യത്തെ ചിരി തിരിച്ചു കൊണ്ടുവാ. നിൻ്റെ തലയിലടിച്ച ആണി ആദ്യം ഊര്. സ്റ്റോൺ അടിച്ച് തന്നാണെങ്കിൽ സ്റ്റോൺ പറ, ഊരി തരാൻ പറ. ഇല്ലെങ്കിൽ നീ ആത്മാവിൽ വ്യാപരിച്ചിട്ട് നിൻ്റെ ആണി നീ തന്നെ ഇരുന്നൂര്. ദൈവത്തിന് മഹത്വം. ഇങ്ങനെയാണ് പിന്മാറ്റം എന്നൊരു സാധനം ഉണ്ടാകുന്നത് കേട്ടോ. കള്ള് കുടിക്കുന്നത് നമ്മളാരും ചെയ്യാത്തതുകൊണ്ട് അതൊരു പിന്മാറ്റമല്ല. വ്യഭിചാരം നമ്മളാരും ചെയ്യാത്ത അതും പിന്മാറ്റം. പിന്നെ എന്തോ പിന്മാറ്റം? ഈ ആണി അടിച്ചു വെച്ചോണ്ടല്ലോ, അതാ പിന്മാറ്റം. നീ അറിയാതെ കളവെതറിയ പലതുമുണ്ട്. അത് കിടന്ന് കളയായി മാറി. അതുകൊണ്ട് ഫലം ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഇത് ദൈവസഭ, നമ്മുടെ ദൈവസഭ ശക്തമായി മനസ്സിലാക്കണം കേട്ടോ. എനിക്ക് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല, അപ്പുറത്തെ സഭയിൽ പോയി പറയാൻ പറ്റില്ല. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൈവമക്കളോട് പറയാൻ എനിക്ക് അധികാരവും അവകാശവും സ്നേഹവും ഉള്ളതുകൊണ്ട് ദൈവാത്മാവിൽ പറയുക. വേറെ ആളടുത്ത് ഞാൻ പറയാൻ പറ്റുമോ? പറ്റത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളല്ലേ എനിക്ക് വലുത്. എൻ്റെ ദൈവസഭയും എൻ്റെ മക്കൾ, എൻ്റെ ദൈവ ജനമാണ് എനിക്ക് വലുത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആണി അടിച്ചത് ഊരിക്കണം. ഇല്ലെങ്കിൽ ദിവസം തോന്നി ഇരുന്നിരുന്ന് പഴുത്ത് ഒന്നിനും കൊള്ളാത്തവനായി മാറും. ആ ആണി ഊരണമെങ്കിൽ മുട്ടുമേലിരിക്കണം, പ്രാർത്ഥിക്കണം, ആത്മതപനം ചെയ്യണം, ഈ പരിശുദ്ധാത്മാവിനെ വ്യാപരിക്കണം, ഈ മേളി പറഞ്ഞ സകല ശക്തിയും വ്യാപരിക്കണം. അന്യഭാഷ വ്യാപരിച്ചതുകൊണ്ട് ഞാൻ ആയെന്ന് വിചാരിക്കരുത്. അന്യഭാഷ ഈ ബട്ടൺസ് പോലെ ഉള്ളൂ. ഞാൻ ഈ ബട്ടൺസ് എടുത്ത് കൈ പിടിച്ചോ, എനിക്ക് കോട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ ബട്ടൺസ് ഊരി കൈ പിടിച്ചിട്ട് ഞാൻ പറയാ എനിക്ക് കോട്ടുണ്ടായിരുന്നു. എനിക്ക് അന്യഭാഷയുണ്ട്. സോ വാട്ട്? ബാക്കി വാട്ട് അബൌട്ട് അതർ ശക്തി? What about other divine hallelujah natures? You have a divine nature? If not, try to receive it. എവിടെ നഷ്ടപ്പെടുത്തി പോയി? ഒരു കാര്യം മനസ്സിലാക്കണേ, ഹല്ലേലൂയ, ആരെ വിഴുങ്ങേണ്ടി വന്ന് ചുറ്റി നടക്കുക. ഇന്നലെ മിനിഞ്ഞാന്നും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം കേട്ടു. ചുറ്റി നടക്കുക, എങ്ങനെങ്കിലും അകത്ത് കയറി നിൽക്കുന്ന നിന്നെ ഒന്ന് വീഴ്ത്തിക്കുവാൻ, നിന്റെ തലയിൽ ഒരു ആണി അടിക്കുവാൻ ഇങ്ങനെ ചുറ്റി നടക്കുക. പക്ഷേ നീ ഒരു ഇരിപ്പിടം കൊടുത്താൽ മതി, അവൻ 2 അടിച്ചിട്ട് പോകും. Praise you, Jesus. ഡിവൈൻ പവർ ഉണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞ് നിർത്തിയേ. ദൈവത്തിൻ്റെ കോപ ദിവസത്തിന് വേണ്ടി ഈ പ്രവർത്തനങ്ങളെല്ലാം മാറ്റിവെച്ചിരിക്കുക. ഈ അണിച്ചാടികളൊക്കെ, ഈ അടിച്ച ആണികളൊക്കെ, ഈ അടിച്ച വെച്ചിരിക്കുന്ന പിഴുത് നമ്മൾ കളയാത്തതും അടിച്ചവൻ പിഴുത് കളയാത്തവനുള്ള ആണികൾ ക്രോധ ദിവസത്തിലേക്ക് വെച്ചിരിക്കുക. അപ്പോൾ ഇപ്പം വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പക്ഷെ ഒരു ദിവസം അത് ദൈവസനിൽ ചെല്ലുമ്പോൾ കണക്ക് കൊടുക്കണം. അടുത്തത് ദിവ്യശക്തി, ഡിവൈൻ പവർ. ഫസ്റ്റ് 2 Peter chapter 1 3 to 7 ഒന്ന് വായിക്കാമോ? മനെ അതിൻ്റെ 1-ാമത്തെ വാക്യം. സെക്കൻഡ് പീറ്റർ ഫസ്റ്റിൻ്റെ അതിൻ്റെ ലാസ്റ്റ് ഒരു വാക്യമുണ്ട്, വിശ്വാസികൾക്ക് എഴുതുന്നത്, അങ്ങനല്ലേ?
എനിക്ക് അങ്ങനെയില്ലേ ഒരു വാക്ക്, വിശ്വാസികൾക്ക് എഴുതുന്നത് അല്ലേ? അതെവിടാ ഒന്ന് വായിച്ചേ. ഒന്നുകൂടെ ഒന്ന് ശരിക്കും വായിച്ചത്. നീതിയാൽ, യെസ്, 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലല്ല, 1-ാമതിൻ്റെ ലാസ്റ്റ് വാക്യങ്ങൾ. Who have received a faith of the same kind as ours, by the righteousness of our God and Savior Jesus Christ. അപ്പോൾ ഇത് ആർക്കെഴുതിയതാ? ആർക്കെഴുതിയാ? രക്ഷിക്കപ്പെടാത്തവർക്ക് എഴുതിയാണോ? പിന്മാറ്റക്കാർക്ക് എഴുതിയാണോ? വിശ്വാസികളോട് പറയുന്ന വാക്കുകളാ. ഇനി വായിച്ചേ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള വ്യക്തമായ അറിവിനാലും ദിവ്യശക്തിയാലും, that is calling divine power, ജീവനും ഭക്തിക്കും വേണ്ടി അപ്പൊ ഈ ഡിവൈൻ പവറിന്റെ ഗുണം എന്താണ്? ലോകത്തിന്റെ മോഹങ്ങളിൽ നിന്ന് വിട്ടോടി, നാശത്തിൽ നിന്ന് വിട്ടോടി ദൈവിക സ്വഭാവത്തിന് കൂട്ടാളികളാകണമെങ്കിൽ ഈ ഡിവൈൻ പവർ ആവശ്യം. നമ്മൾ കേട്ടില്ലേ ചില ഡിവൈൻ ദാനകേന്ദ്രങ്ങൾ എന്നൊക്കെ? എന്തോ അതിൻ്റെ അർത്ഥം എന്നറിയാമോ? സെപ്പറേഷൻ. കുടിക്കാത്തവൻ കുടിക്കാതിരിക്കും ഇവിടെ 7 ദിവസം അല്ലെ 10 ദിവസം. ഡിവൈൻ ധ്യാനകേന്ദ്രങ്ങൾ, സൗഖ്യമാക്കുന്ന ഡിവൈൻ പവർ. തേളുകളെയും പാമ്പുകളെയും ചവിട്ടുവാനുള്ള ഒരധികാരം. ആ അധികാരം യേശുവിനെ അറിയാനുള്ള പവർ പോരാ കേട്ടോ. അത് പല്ലുവേദന, കർത്താവേ എൻ്റെ പല്ലുവേദന ഒന്ന് നിർത്തിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പവർ പോരാ. തേളുകളെയും പാമ്പുകളെയും ചവിട്ടണമെങ്കിൽ യു നീഡ് എ ഡിവൈൻ പവർ. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ ആം സേയിങ്? പ്രൈസ് ഗാഡ്. ഞാൻ പണ്ട് പല്ലുവേദന മാറ്റിയിട്ടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദര. ഈ വിഷയത്തിൽ പല്ലുവേദനയ്ക്ക് പ്രാർത്ഥിച്ച പവർ പോരാ. യു നീഡ് എ ഡിവൈൻ പവർ ഇൻ ദിസ് സ്റ്റേജ്, ഇൻ ദിസ് സിറ്റുവേഷൻ. പ്രൈസ് ഗാഡ്. അടുത്തത് വായിക്കുന്നു. അത് നിമിത്തം തന്നെ. അപ്പോൾ ഉത്സാഹത്തിന് ദോഷം വരുന്നതെങ്കിൽ ദ ഡിവൈൻ പവർ ലോസ്റ്റ്. നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും വീര്യത്തോട് പരിജ്ഞാനം. എന്തോ ഈ വീര്യം? ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടത്. പ്രൈസ് ഗാഡ്. എടുത്തിയാട്ട സ്വഭാവം നിർത്തണം. എടുത്തിയാട്ട സ്വഭാവം ഉണ്ടെങ്കിൽ യു ലോസ് ദ ഡിവൈൻ പവർ. പക്ഷേ ഏത് പവർ ഉണ്ടെന്ന് അറിയാമോ? എറ്റേണൽ പവർ ഉണ്ട്. യേശു ഉണ്ടെന്നും യേശു വരും എന്നുള്ള വിശ്വാസമുണ്ട്. അത് ആ പവറുണ്ട്. പക്ഷേ ഈ എടുത്തിയാട്ട പവർ, ഈ എടുത്തിയാട്ട സ്വഭാവം മാറാത്തതിൻ്റെ കാരണം എന്തറിയാമോ? കാണുന്നതെല്ലാം പ്രതികരിക്കുന്ന സ്വഭാവം എന്തറിയാമോ? യു ലോസ് ദ ഡിവൈൻ പവർ ഓർ യു ഡിഡ്ന്റ് റിസീവ് ദ ഡിവൈൻ പവർ. പ്രൈസ് ഗാഡ്. സ്തോത്രം. കൂട്ടിക്കൊള്ളുവീൻ. ഇപ്പം മനസ്സിലായോ ഡിവൈൻ പവറിൻ്റെ ഗുണം? വൈ വി നീഡ് ഡിവൈൻ പവർ? ലാസ്റ്റ്, സ്ട്രെങ്തനിങ് പവർ, പൂർണ്ണ ശക്തി. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു സ്ട്രെങ്തനിങ് പവർ, ഒരു ആത്മീയൻ ആവശ്യമാണ്. എങ്കിലാണ് നിന്നെ ആത്മീയ, അല്ല സിഗരറ്റ് വലിക്കാത്തതുകൊണ്ടോ, പാഷയെ കാണുമ്പോൾ ഇത് പുറകെ വെച്ചതുകൊണ്ടോ, കുപ്പി മാറ്റി വീട്ടിൽ നിന്ന് കളഞ്ഞതുകൊണ്ടോ, യോഗത്തിന് വരുന്നത് കൊണ്ടോ, ഹല്ലേലൂയ ഒന്നുമല്ല. ഒരു ഭക്തനെന്നറിയപ്പെടുന്നത് പൂർണ്ണ ശക്തി വ്യാപരിച്ചവനാണ്, നിറഞ്ഞവനാണ് ഭക്തൻ. മനസ്സിലായോ? സഭയിൽ എനിക്ക് 4 വാക്ക് പറയാൻ പ്രാപ്തമുള്ള ആളാ എന്ന് പറയുന്നതുകൊണ്ട് അതല്ല പവർ, അതല്ല പൂർണ്ണശക്തി കേട്ടോ. അത് ഏത് വഴക്കാളിക്ക് എവിടെ പോയാലും പറയാം. പ്രൈസ് ഗാഡ്.
അതൊരു ശക്തിയല്ല കേട്ടോ, അത് നിൻ്റെ ബലഹീനതയാണ്. പക്ഷേ ഈ ശക്തി പൂർണ്ണ ശക്തിയിലേക്ക് വരണം. അടുത്ത ഒതുകൂടെ വായിച്ച് നിർത്താം. നിങ്ങൾ ടു മച്ച് ആയെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇത്രയൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെ ഈ ഫാസ്റ്റിംഗ് കഴിഞ്ഞ് വീട്ടിൽ പോകുന്നത്? ഈ കഞ്ഞി കുടിക്കാനുള്ള ബലം വേണ്ടേ നമുക്ക്? പ്രൈസ് ഗാഡ്. വായിക്കാം കൊളോഷ്യൻസ് 1:11. പൂർണ്ണ ശക്തി, സ്ട്രെങ്തനിങ് പവർ. എല്ലാവരും ശ്രദ്ധിച്ച് വരട്ടെ. മോളെ ഇപ്പം ഈ ദുഷ്ടൻ ഈ സ്ക്രീനെ പ്രവർത്തിച്ചില്ല മോളെ. എവിടെ പോയി ഈ സ്ക്രീൻ ഇപ്പം? വേറെ ഇവിടെ തന്നെ നിൽക്കുക കേട്ടോ. അതങ്ങനെയാ, ദുഷ്ടനാ, സമ്മതിക്കത്തില്ല ഇത് കാണിക്കാനും വായിക്കാനും. അപ്പോൾ വേറെ പലത് വരും. പറഞ്ഞാട്ടെ. സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും. എന്തോ ശക്തിയാപ്പം? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിനായുള്ള നമ്മെ പ്രാപ്തരാക്കുകയും. 11-ാം വാക്യത്തിൽ നമുക്കൊന്ന് നിൽക്കാം. ആ വാക്ക് ആദ്യത്തെ വായിച്ച ഇംഗ്ലീഷിൽ തന്നെ. സ്ട്രെങ്തനിങ് പവർ, പൂർണ്ണ ശക്തി. ഇതൊക്കെ ഉണ്ടെങ്കിലേ, ഈ ശക്തി ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ സാധനമൊക്കെ വരികയുള്ളൂ. ഇനി എന്തിനാ ഇത്? 10-ാം വാക്യം വായിര. എന്തിനാ ഈ സ്ട്രെങ്തനിങ് പവർ? നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണമെങ്കിൽ ഈ പവർ ഉണ്ടായിരിക്കണം. അടുത്തത് ആത്മീയ ജ്ഞാനം, വിവേകം, പരിജ്ഞാനം ഇതൊക്കെ നിറഞ്ഞു വരണമെങ്കിൽ ഈ സ്ട്രെങ്തനിങ് പവർ ആവശ്യമാണ്. ചിലർ ചോദിക്കാൻ, അവരെന്താ ഇങ്ങനെ, ഇവനെന്താ ഇങ്ങനെ, അച്ഛൻ എന്താ ഇങ്ങനെ, അമ്മാമ്മ എന്താ ഇങ്ങനെ, സഹോദര ഇങ്ങനെ അങ്ങനെ. കാരണം ഈ പവറുകളിൽ എവിടേക്കോ കുറച്ച് ലോസായി പോയെന്നേ. ഇതാ ഇതിൻ്റെ സംഭവം. വെരി സിമ്പിൾ ആൻസർ. ഈ പവർ പലതും പോയി. പിന്നെ എന്തോ പവറാ? നല്ല പവറാ. എന്തോ പവറാ? പോയ പവറൊക്കെ ഒന്ന് ചിന്തിച്ച് ഈ ദിവസങ്ങളിൽ, ഈ പുതിയ വർഷം കയറുന്നതിന് മുമ്പ് ഇതൊന്ന് റിസ്റ്റോർ ചെയ്യണം. ഈ പുതിയ വർഷം കയറുന്നതിന് മുമ്പ് തലയിൽ അടിച്ചു വെച്ച ആണി ഊരിക്കളയണം. ദൈവനാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഓർപ്പിക്കുക. ഇല്ലെങ്കിൽ ദോഷം ചെയ്യും. ഇതിരുന്ന് ഇൻഫെക്ഷൻ ആവും. നീ ഒന്നിനും കൊള്ളാത്തവനായി മാറും. നീ പണ്ട് അനക്കിക്കൊണ്ടിരുന്ന കൈ അനക്കാനൊക്കാതാവും. ചാടിക്കൊണ്ടിരുന്ന കാല് ചാടാനൊക്കാതാവും. മഹത്വം കൊടുത്തത് പിന്നെ മഹത്വം കൊടുക്കാനൊക്കാതാവും. സ്തോത്രം പറഞ്ഞ് വാ തന്നെ അടയും. എന്താണെന്നറിയാമോ? ആണി അകത്തിരിപ്പുണ്ട്, തലയിൽ ആരോ അടിച്ച് കയറ്റിയത്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, എല്ലാവരെയും എൻ്റെ സ്നേഹിതനും എൻ്റെ സഹോദരനുമായി കാണുവാൻ ദൈവത്തിൻ്റെ ആത്മപൂർണ്ണ ശക്തിക്ക് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരുങ്ങാം. പ്രൈസ് ഗോഡ്. 12-13 വാക്യങ്ങളൊന്ന് വായിച്ചു മോനെ. സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇപ്പൊ സ്തോത്രം ചെയ്യണമെങ്കിൽ അതിനൊരു സ്പിരിറ്റ് ഉണ്ട്, ഒരു പവർ ഉണ്ട്. എന്തുവാണെന്നറിയാമോ? സ്ട്രെങ്തനിങ്. ഈ സൈക്കിളിനൊക്കെ കാറ്റടിക്കുന്നത് കണ്ടിട്ടില്ല? ഇങ്ങനെ ഓരോ അടിക്കും ഓരോ പവർ അങ്ങോട്ട് കയറുകയല്ലേ. അപ്പോൾ ഈ സ്തോത്രം ഒരെണ്ണം പറഞ്ഞ് നിർത്തിയാൽ എൻ്റെ അർത്ഥം നിനക്ക് അത്രയും അടി മതിയെന്നാ. ഒരു 10-20 സ്തോത്രം ഒന്ന് പറഞ്ഞു നോക്കിയേ, നിന്നെ തന്നെ ബൂസ്റ്റ് ചെയ്യുക. പറഞ്ഞേ മനസ്സിലായോ? ഈ സ്തോത്രം ചെയ്യണമെങ്കിൽ ഈ സ്ട്രെങ്തനിങ് പവർ ആവശ്യമാ. അങ്ങനെയെങ്കിൽ സ്ട്രെങ്തനിങ് പവറുള്ള നീ എത്ര മാത്രം സ്തോത്രം ചെയ്യും ദൈവസന്നിധിയിൽ. അത് സ്തോത്രം അങ്ങനെ ഞങ്ങൾ മെസ്സേജ് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വല്ലോ അതിൻ്റെ അകത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാകുമെന്നറിയാൻ. സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കോ, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരത്തില്ല. സ്തോത്രം കുറയുമ്പോഴാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത്. ഈ ദിവസങ്ങളിൽ ഒരു പുതിയ സൃഷ്ടിയായി നമുക്ക് മാറാം. അത്യന്ത ശക്തി ഈ ദൈവസഭയിൽ കുഞ്ഞു മുതൽ
ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വരെ പ്രാപിക്കണം കേട്ടോ. കുഞ്ഞുങ്ങൾ മുതൽ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വരെ പ്രാപിക്കണം. മേ ദ ഗുഡ് ലോർഡ് ബ്ലസ് യു ഓൾ വിത്ത് ദിസ് വേർഡ്. കർത്താവ് നമ്മെ ഈ വാക്കുകളാൽ അനുഗ്രഹിക്കട്ടെ.